നമസ്കാരം. 2025 അജ ഏകാദശി, സമയം, പ്രാധാന്യം, കഥ ഇവയൊക്കെ ഒന്ന് നോക്കാം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 18, 2025 5:33 AM. ഏകാദശി തിഥി അവസാനിക്കുന്നത് ഓഗസ്റ്റ് 19, 2025 3:32 PM. അജ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്നൊന്ന് നോക്കാം. അജ ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് മുൻകാലങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം നേടുകയും ജീവിതത്തിൽ ഭാഗ്യം, ദീർഘായുസ്, ആരോഗ്യം, ആനന്ദം എന്നിവ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് ദുരിതങ്ങളും കടങ്ങളും ലഘൂകരിക്കുവാൻ സഹായിക്കുകയും വ്യക്തികൾക്ക് സമാധാനവും സമൃദ്ധിയും നൽകുകയും ചെയ്യുന്നു. അജ ഏകാദശി അനുഷ്ഠിക്കുന്നത് വ്യക്തിയെ നിരന്തരമായ ചക്രങ്ങളിൽ നിന്ന്, ജനന മരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും മോക്ഷം നേടുവാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി അജ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്, അത് നമുക്കൊന്ന് കേട്ടുനോക്കാം. പണ്ട് ത്രേതായുഗത്തിൽ ഹരിചന്ദ്രൻ എന്നൊരു രാജാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. രാജാവ് ഹരിചന്ദ്രൻ ദയാലുവായിരുന്നു, സത്യസന്ധനുമായിരുന്നു. പ്രജകൾ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ താരമതിയായിരുന്നു. അവർക്ക് രോഹിതാശൻ എന്നൊരു മകനുമുണ്ടായിരുന്നു. രാജ്യത്തെ ജനങ്ങളെപ്പോലെ അവരും സന്തോഷത്തോടെ തന്നെ ജീവിച്ചിരുന്നു. ഒരിക്കൽ വിഘ്നേശ്വരൻ്റെ സ്വാധീനത്തിൽ കാട്ടിലൊരു മാനിനെ പിന്തുടരുന്നതിനിടയിൽ രാജാവ് ഹരിചന്ദ്രൻ ധ്യാനത്തിലായിരുന്ന വിശ്വാമിത്രനെ ഉപദ്രവിക്കുവാൻ ഇടയായി. വിശ്വാമിത്ര മുനിയുടെ പവിത്രമായ അറിവ് നേടുവാനുള്ള ശ്രമങ്ങളെ തടയാൻ വിഘ്നേശ്വരൻ ആഗ്രഹിച്ചു. അതിനായി ഹരിചന്ദ്ര രാജാവിനെ ഉപയോഗിക്കുകയായിരുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ തപസ് തകർന്നു. ധ്യാനത്തിലൂടെ ഇതുവരെ നേടിയിരുന്ന അറിവ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു. കോപത്തിൽ അദ്ദേഹം ഹരിചന്ദ്രനെ ശപിക്കുവാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ വിഘ്നരാജന്റെ സ്വാധീനത്തിൽ നിന്നും മോചിതനായ രാജാവ് ഹരിചന്ദ്രൻ സത്യം വിശദീകരിച്ച് ക്ഷമ ചോദിച്ചു. എന്നിട്ടും കോപാകുലനായ വിശ്വാമിത്ര മഹർഷി രാജസൂയം നടത്തി കൊടുക്കണമെന്ന് ഹരിചന്ദ്ര രാജാവിനോട് ആവശ്യപ്പെട്ടു. വിശ്വാമിത്ര മഹർഷിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി രാജാവ് ഹരിചന്ദ്രൻ തൻ്റെ രാജ്യം ഉപേക്ഷിച്ച് ഭാര്യയെയും മകനെയും തന്നെയും ഒരു ചണ്ടാലന് വിൽക്കേണ്ടി വന്നു. ചണ്ടാളന്റെ ഒരു ദാസൻ എന്ന നിലയിൽ രാജാവല്ലാത്ത ഹരിചന്ദ്രൻ തുച്ഛമായ വേതനത്തിന് പകരമായി ദിവസേന ശവശരീരങ്ങൾ സംസ്കരിക്കുവാൻ തയ്യാറാകേണ്ടി വന്നു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനും വിശ്രമത്തിനും അപ്പുറം നിരാശനായ ഹരിചന്ദ്രൻ തൻ്റെ പുണ്യജീവിതം ഉപേക്ഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഗൗതമ മഹർഷി അവിടെ എത്തി. ഹരിചന്ദ്രൻ തൻ്റെ ദുരവസ്ഥ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കേട്ട ഗൗതമ മഹർഷി അദ്ദേഹത്തോട് പറഞ്ഞു, അജ ഏകാദശി വ്രതം ആചരിക്കുവാൻ. ഹരിചന്ദ്രൻ പറഞ്ഞതുപോലെ ചെയ്തു. വ്രതത്തെ കർശനമായി പാലിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ മുൻകാല പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു. ഭാര്യയെയും മകനെയും വീണ്ടും ഒന്നിപ്പിക്കുകയും രാജ്യം തിരികെ നേടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വീണ്ടും രാജാവായ ഹരിചന്ദ്രനായി മരണപ്പെടുകയും കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ സ്ഥിരമായ ഒരു സ്ഥാനം ലഭിച്ചു. ഇതെല്ലാം സംഭവിച്ചത് അദ്ദേഹം അജ ഏകാദശി വ്രതം അനുഷ്ഠിച്ചത് മൂലമാണ്. അജ ഏകാദശിയുടെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അജ ഏകാദശി ദിനത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഭക്തർ വ്രതം ആചരിക്കുന്നു. ഏകാദശിയുടെ തലേ ദിവസം, അതായത് ദശമി ദിവസം, ഉപവാസം ആരംഭിക്കുന്നു. വെള്ളം പോലും കുടിക്കാതെ ഏറ്റവും ദൃഢവിശ്വാസികൾ മാത്രമേ ആചരിക്കാറുള്ളൂ. ദശമി ദിനത്തിൽ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നതിനായി സാത്വിക ഭക്ഷണക്രമത്തിൽ ഒതുങ്ങുക എന്നതാണ് ഉപവാസ സമയത്ത് ഏറ്റവും സാധാരണമായി സ്വീകരിക്കുന്ന രീതി. ഏകാദശി ദിനത്തിൽ ഭക്തൻ അതിരാവിലെ എഴുന്നേൽക്കണം. പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് പുലർച്ചെ 4 മണിക്ക്. കുളിച്ച ശേഷം പൂജാസ്ഥലം വൃത്തിയാക്കുക. വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം ശുഭകരമായ സ്ഥാനത്ത് വയ്ക്കുക.
അരിയുടെ ഒരു തളികയ്ക്ക് മുകളിൽ ഒരു കലശം വയ്ക്കുന്നു. തുടർന്ന് വിഷ്ണുവിൻ്റെ മുന്നിൽ ഒരു ദീപം വെച്ചിട്ട് കത്തിക്കുന്നു. തുടർന്ന് പൂക്കൾ, പഴങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നു. വ്രതത്തിൻ്റെ ഭാഗമായി എല്ലാത്തരം ധാന്യങ്ങളും അരിയും ഒഴിവാക്കണം. ഭക്തർ ദിവസം മുഴുവൻ വിഷ്ണുവിൻ്റെ വിവിധ നാമങ്ങൾ ജപിച്ചും ഭഗവത്ഗീത പോലുള്ള പുണ്യഗ്രന്ഥങ്ങൾ വായിച്ചും സമയം ചെലവഴിക്കുന്നു. കോപത്തിൽ നിന്നും മറ്റ് അശുദ്ധ ചിന്തകളിൽ നിന്നും മനസ്സിനെ സ്വതന്ത്രമായി നിർത്തുവാൻ വ്യക്തി ശ്രദ്ധിക്കണം. രാവും പകലും വാക്കുകളിലും പ്രവൃത്തിയിലും സദ്ഗുണമുള്ളവരായിരിക്കണം. വ്രതം പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ അവസാനിപ്പിക്കുന്നു. കുടുംബത്തിലെ മറ്റുള്ളവരോടൊപ്പം സാധാരണ ഭക്ഷണം കഴിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്.